ഈ വഴി പോലെ ആ വഴിയും. ഈ ഞായറാഴ്ചയെങ്കിലും നല്ലൊരു ദിവസമാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എഴുന്നേറ്റു. വീട്ടിലെ ചിലരും എഴുന്നേറ്റിരിക്കുന്നു. മഞ്ഞിൻ്റെ തണുപ്പ് എന്നെയാകെ മൂടിയിരിക്കുന്നു. ഇന്നത്തെ ഞായറാഴ്ചയെങ്കിലും ഒന്ന് അടിപൊളിയാക്കാമെന്ന് വിചാരിച്ച് ഞാൻ കടപ്പുറത്തേക്ക് ഒന്ന് ടൂർ അടിച്ചാലോ എന്ന് ചിന്തിച്ചു. അങ്ങനെ ഞാൻ ബീച്ചിലേക്ക് പോകാമെന്നുറച്ച് പ്രഭാതകൃത്യങ്ങളെല്ലാം നിർവഹിച്ച് അമ്മയോടും ചേച്ചിയോടും യാത്ര പറഞ്ഞ് ബസ് കയറാൻ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. കോടമഞ്ഞു കാരണം ദൂരെയുള്ള കുന്നും മലകളും ഒന്നും കാണാനില്ല. ആകെ ഒരു വെള്ളപ്പുകമയം. അങ്ങനെ ഞാൻ ബസ് സ്റ്റോപ്പിൽ വന്നതും ബസ് വന്നു നിന്നതും ഒരേ സമയത്ത്. അങ്ങനെ ഞാൻ ബസ്സിൽ ചാടിക്കയറി. ഈ ഉഷാർ എപ്പോഴും ഉണ്ടായാൽ മതിയായിരുന്നു. അങ്ങനെ ബസ്സിൻ്റെ ഒരു സൈഡിൽ ഇരുന്നു. ജനലിൻ്റെ മുകളിൽ കൂടി മഞ്ഞുതുള്ളി കാറ്റിൻ്റെ കൂടെ മുഖത്തേക്ക് വന്നു വീണു. ഇപ്പോൾ തണുപ്പ് കൂടിക്കൂടി വന്നിരിക്കുന്നു. സ്വെറ്ററൊന്നും ഇടാത്തതിനാൽ നല്ല തണുപ്പ് ഏശൽ തുടങ്ങി. ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി. രാവിലെ ബസ് സ്റ്റാൻഡിൽ ജോലിക്ക് പോകുവാൻ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ തിക്കും തിരക്കും. കാര്യം എന്തൊക്കെ പറഞ്ഞാലും നേരത്തെ എണീറ്റ് ജോലിക്ക് പോകും അവർ. ആരെങ്കിലും പണിക്ക് വേണ്ടി വന്ന് വിളിച്ചാൽ പോകാൻ റെഡിയായി ബസ് സ്റ്റാൻഡിൻ്റെ മുക്കിലും മൂലയിലുമായി നിൽക്കുകയും ഇരിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഞാൻ അവിടെ ഒരു ഹോട്ടലിൽ പോയി കഴിക്കുവാൻ എന്താണുള്ളതെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ പൊറാട്ടയും ബീഫ് ഫ്രൈയും മട്ടൻ ചാപ്സും തുടങ്ങിയുള്ള ഭക്ഷണങ്ങളേ ഉള്ളൂ എന്ന്. കട്ടി കൂടിയ ഭക്ഷണ പദാർത്ഥങ്ങളാണ് രാവിലെ തന്നെ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വേറൊരു ഹോട്ടലിൽ പോയപ്പോൾ ഇഡ്ഡലി, ദോശ, വെള്ളപ്പം തുടങ്ങി രാവിലെ കഴിക്കേണ്ട ലഘുവായ വയറിന് നല്ലതായ ഭക്ഷണങ്ങളുണ്ട്. ഞാൻ ദോശയും ചട്നിയും ഉഴുന്നുവടയും ചായയും ഒക്കെ കഴിച്ചു സുഖമായി ഇവിടുന്ന് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടു. ടിക്കറ്റ് എടുത്ത് ഒരു റെയിൽവേ കോഫിയും കുടിച്ച് കൊണ്ടിരിക്കുമ്പോൾ ട്രെയിൻ വന്നു നിന്നു. ട്രെയിനിൽ തിരക്കൊന്നും ഇല്ലായിരുന്നു. സുഖമായി കിടക്കുകയും ഇരിക്കുകയും വെളിയിലെ കാഴ്ചകളെല്ലാം ആസ്വദിച്ചു. അങ്ങനെ ട്രെയിൻ എനിക്കിറങ്ങേണ്ട സ്റ്റേഷനിൽ നിർത്തി. ഞാൻ വണ്ടിയിൽ നിന്നിറങ്ങി ബീച്ച് റോഡ് സ്റ്റോപ്പിൽ നിന്നു. അപ്പോൾ ഒരാൾ എന്നോട് സംസാരിക്കാനായി വന്നു. ഇന്നത്തെ ലോട്ടറി ടിക്കറ്റ് ഒന്നെടുക്കട്ടെ, എനിക്കിപ്പോൾ വേണ്ടെന്ന് പറഞ്ഞതും അയാൾ പറഞ്ഞു വന്ന മഹാലക്ഷ്മിയെ കാണാതിരിക്കരുതെന്ന്. അപ്പോൾ എനിക്ക് അങ്കലാപ്പായി. ഞാനൊരു ടിക്കറ്റ് വാങ്ങി പോക്കറ്റിലിട്ടു. ബീച്ചിലേക്കുള്ള ബസ് വന്നു. ഞാൻ ബസ്സിൽ കയറി. ബസ്സിൽ തിരക്കില്ലായിരുന്നു. ഞാൻ വെളിയിലുള്ള കാഴ്ചകൾ കണ്ടങ്ങനെ സുഖമായി ഇരിക്കുന്നു. കടലിനോട് അതിൻ്റെ വശത്തുള്ള തെങ്ങുകളും തെങ്ങിൽ കള്ളു ചെത്താൻ കയറുന്ന ആളുകളെയുമൊക്കെ എൻ്റെ മൊബൈലിലെ വീഡിയോ ക്ലിപ്സിലെടുത്തു. അങ്ങനെ ഞാൻ കടപ്പുറത്തെത്തിയിരിക്കുന്നു. കടലിൻ്റെ ഇരമ്പൽ ശബ്ദം കേൾക്കുന്നു. ഞാൻ ആവേശത്തിൽ വേഗം നടന്നു. ഇപ്പോഴുള്ള കടലിൻ്റെ ഭാവം എങ്ങനെയാണെന്ന് വെച്ചാൽ കടൽ രൗദ്രഭാവമാണ്. ആർത്തലച്ചു വരുന്ന തിരമാലകൾ അങ്ങനെ ശാന്തമായി പുറകോട്ട് നീങ്ങുന്നു. അങ്ങനെ എത്രയെത്ര തിരമാലകൾ! കടൽ തിര അങ്ങനെ മാലകളുടെ ഇതുപോലെ കോർത്തു പോകുന്നു. ഈ തിരകളുടെ മേലെ വഞ്ചികളും ബോട്ടുകളും ഒരു താളത്തിൽ അങ്ങനെ ഉയർന്നും താഴ്ന്നും വരുന്നത് കാണാൻ ഒരു വല്ലാത്ത ഭംഗി. കടലിൻ്റെ ഒരു സൈഡിൽ പരുന്തുകൾ വട്ടമിട്ട് പറക്കുന്നു. വേറൊരു ഭാഗത്ത് നീർക്കാക്കകളും കൊറ്റികളും പറന്നു നടക്കുന്നു. അങ്ങനെ ഞാൻ എൻ്റെ കാൽ വെള്ളത്തിലൂടെ ചീറ്റിത്തെറിപ്പിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഒരു ശംഖ് കാലിൽ മേൽ ഉടക്കി. ഞാൻ ആ ശംഖെടുത്ത് എൻ്റെ ബിഗ് ഷോപ്പർ ബാഗിലിട്ടു. അങ്ങനെ വളരെ ജോളിയായി അങ്ങനെ നടന്നു. അവിടെ നിന്ന് ഐസ്ക്രീമും കടലയും എല്ലാം വാങ്ങി കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു പട്ടി അത് വാലാട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ കയ്യിലിരുന്ന ഐസ്ക്രീമിൻ്റെ പകുതി അതിനിട്ട് കൊടുത്തു. അതിൻ്റെ അപ്പോഴത്തെ സന്തോഷമൊന്ന് കാണേണ്ടത് തന്നെയാണ്. പിന്നെ ഉച്ചയായപ്പോൾ അടുത്തുള്ള ഒരു ഹോട്ടലിൽ കയറി മുളകിട്ട മീൻകറിയോടുകൂടി ഒരു ഊൺ കഴിച്ചു. സൂപ്പറായിരിക്കുന്നു. അവിടെ നിന്ന് വീണ്ടും ബീച്ചിലെത്തി ആഹ്ലാദിച്ചങ്ങനെ നടന്നു. കടലിൻ്റെ അലയൊലിയിൽ എൻ്റെ മനസ്സ് ശാന്തമായി. ഞാനവിടെ കുറേ നേരം കൂടി പല കാഴ്ചകൾ കണ്ട് എൻ്റെ മനസ്സ് നിറഞ്ഞ സന്തോഷത്തിൽ അങ്ങനെ നടന്നു.
വീട്ടിലേക്ക് പോകാനായി ഞാൻ തയ്യാറായി. ഞാനങ്ങനെ നടന്നു വരുമ്പോൾ കുറേ ആളുകൾ ഇരുന്ന് സല്ലാപം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിൽ ഭാര്യയും ഭർത്താവും പ്രേമിക്കുന്ന ആളുകളും എല്ലാമുണ്ട്. കുറച്ചു നേരം കൂടി അവരെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. പണ്ടൊന്നും ഇത്രയ്ക്കു ആളുകളിങ്ങനെ വന്നിരിക്കുകയില്ലായിരുന്നു. ഇങ്ങനെ ആത്മകഥം പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിന്ന് നടന്നു നീങ്ങി. ഒരു വട്ടം കൂടി കടലിനെ ഒന്ന് നോക്കി. ഇനിയും സമയം കിട്ടുമ്പോൾ വരാമെന്ന് പറഞ്ഞു. ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. അപ്പോൾ വഴിയരികിൽ മീൻ കച്ചവടക്കാർ ഇരുന്ന് വിൽപ്പന നടത്തുന്നു. നല്ല ഫ്രഷ് മീൻ വേണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കുറച്ചു മീൻ വാങ്ങിച്ചു. എൻ്റെ ബിഗ് ഷോപ്പർ ബാഗിൽ വെച്ചു. പിന്നെ ഞാനൊരു കൂൾ ബാറിൽ പോയി ഒരു ഇളനീർ കുടിച്ചു. കുറച്ച് ബിസ്ക്കറ്റും മിഠായും എല്ലാം മേടിച്ചു ബാഗിലിട്ടു. അങ്ങനെ ആഹ്ലാദചിത്തനായി നടക്കുമ്പോൾ ഒരു ഭിക്ഷക്കാരൻ വന്നു കുറച്ച് പൈസ അയാൾക്കും കൊടുത്തു. അതാ ദൂരത്തു നിന്ന് ഒരു ബസ് വരുന്നു. റെയിൽവേ സ്റ്റേഷൻ വഴി പോകുന്ന ബസ്സിൽ നല്ല തിരക്കായിരുന്നു. അങ്ങനെ ഞാൻ ബസ്സിൽ കയറി. ഞാൻ ബസ്സിൻ്റെ സെൻറ്ററിൽ എത്തിയിരിക്കുന്നു. ഓരോ സ്റ്റോപ്പ് കഴിയുമ്പോഴും ഞാനിരിക്കുന്ന ആളുകൾ ഇറങ്ങുന്നുണ്ടോ എന്ന് നോക്കും. ഇല്ല, ആരും ഇറങ്ങുന്നില്ല. തിരക്ക് കൂടിക്കൂടി വരുന്നു. എനിക്കിപ്പോൾ ആകെ ക്ഷീണം തോന്നുന്നു. അങ്ങനെ ബസ്സിൻ്റെ തിക്കിലും തിരക്കിലും പെട്ട് എനിക്ക് തലവേദന. അതിനിടയിൽ ബസ് ഒരു സഡൻ ബ്രേക്ക് ഇട്ടതും എല്ലാവരും ഒരുപോലെ നെല്ല് ചാക്കിൽ നിന്ന് നെല്ല് മുഴുവൻ കൊട്ടിയതുപോലെ എല്ലാവരും വീണുപോയി. അതിനിടയിൽ ഒരാൾ ഒരു സ്റ്റോപ്പിലിറങ്ങാനായി എഴുന്നേറ്റപ്പോൾ വേറൊരു ആൾ എന്നെ ബലമായി ഉന്തി തള്ളി മാറ്റിയിരുന്നു. എനിക്കപ്പോൾ വളരെ വിഷമമായി. എല്ലാവരുടെയും വിയർപ്പിൻ്റെ നാറ്റവും ബസ്സിൽ നിന്ന് ആകെ ഒരു ചൂടും അനുഭവപ്പെട്ടു. പിന്നെ എവിടെ നിന്നോ എന്ന് എനിക്കറിയില്ല, ഒരു എലി എത്തുനാറുന്നത് പോലെയുള്ള ഒരു നാറ്റം കൂടി വന്നിരിക്കുന്നു. ചിലർക്കിപ്പോൾ ഛർദിയുടെ ഓക്കാനവും തുടങ്ങിയിരിക്കുന്നു. എനിക്കുമാകെ അസ്വസ്ഥത. ഛർദിക്കുവാൻ എനിക്കും തോന്നുന്നു. ഇപ്പോൾ ഭൂമിയിലെ നരകമാണിതെന്ന് ഞാൻ വിശ്വസിച്ചു പോയിരിക്കുന്നു. ഇതുവരെ സുഖിച്ചങ്ങ് നടന്നതിന് കിട്ടി, നന്നായി കിട്ടി. റെയിൽവേ സ്റ്റേഷൻ സ്റ്റോപ്പ് എത്തിയിരിക്കുന്നു. ബസ്സിലെ 3/4 ഭാഗത്തോളം ആളുകളും അവിടെ ഇറങ്ങി. ഞാനും ഇറങ്ങി. ഞാൻ എൻ്റെ ബിഗ് ഷോപ്പർ ബാഗ് എടുത്തു നോക്കി. മീൻ ആകെ ചീഞ്ഞ് ചമ്മന്തിയായി മൈദ കുഴച്ചതുപോലെയായിരിക്കുന്നു. ഞാൻ ആ മീനെടുത്ത് തെരുവുനായ്ക്കൾക്ക് കൊടുത്തു. അങ്ങനെ സ്റ്റേഷനിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് തണുത്ത വെള്ളം കൊണ്ട് മുഖമൊന്ന് കഴുകി ഒരു റെയിൽവേ കോഫി വാങ്ങി മൊത്തി കുടിച്ചു. അപ്പോൾ ദൂരെ നിന്ന് ട്രെയിനിൻ്റെ ഹോൺ കേൾക്കുന്നു. ഞാൻ പോകാനായി തയ്യാറായി നിന്നു. ട്രെയിനിലും നല്ല തിരക്കായിരുന്നു. ഞാൻ എങ്ങനെയൊക്കെയോ ഉള്ളിലേക്ക് കയറിപ്പോയി. ഞാൻ നടക്കാതെ എറിയപ്പെട്ടതുപോലെ ഞാൻ ചെന്നു നിന്നത് കക്കൂസ് ഡോറിൻ്റെ മുന്നിൽ. അവിടെ നിൽക്കുമ്പോൾ എനിക്ക് ശ്വാസം മുട്ടുന്നു. ഞാൻ നിലവിളിച്ചു പോയി. കക്കൂസിൽ നിന്നുള്ള നാറ്റവും കൊണ്ട് ഞാൻ ബോധം പോയ പോലെയായി. ആകെ ഒരു നിർവികാരത. എനിക്കിപ്പോൾ വെള്ളം കുടിക്കാൻ ദാഹിക്കുന്നു. കണ്ണിൽ ഇരുട്ട് കയറുന്നു. ഞാൻ ഒന്നുകൂടി നിലവിളിച്ചു. ആരും കേൾക്കുന്നില്ല. എല്ലാവരും ഒരു കൂട്ടിലടക്കപ്പെട്ട പ്രതീതിയോടെ നിൽക്കുന്നു. നിലവിളി അങ്ങനെ നീണ്ടുപോയി. അങ്ങനെ തീവണ്ടി ശബ്ദത്തിൽ അലിഞ്ഞില്ലാതായി ആ ശബ്ദം. ഞാനൊരു പഴന്തുണി കഷ്ണം പോലെയായി പോയി. പകുതി ബോധത്തിൽ വായ പൊളിച്ച് ഇരിക്കുകയുമല്ല നിൽക്കുകയുമല്ലെന്ന രീതിയിൽ കുഴഞ്ഞങ്ങനെ ആളുകളുടെ ഇടയിൽ കുടുങ്ങിക്കിടക്കുന്നു. അങ്ങനെ 4-5 സ്റ്റേഷൻ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ആരോ ഒരാൾ ഡോറിൻ്റെ പുറത്തു നിന്ന് പറയുന്നു, പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനായെന്ന്. പകുതി ബോധത്തിലായിരുന്ന ഞാൻ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എനിക്കിവിടെ ഇറങ്ങണമെന്ന് പറഞ്ഞ് ആളുകളുടെ തലയുടെ മുകളിൽ കൂടിയുമൊക്കെ നടന്നും വീണും എഴുന്നേറ്റും തിരക്കിയും തള്ളിയുമൊക്കെ ഡോറിനടുത്ത് എത്തിയിരിക്കുന്നു. അപ്പോൾ വണ്ടി പോകുവാനായി ഹോണടിച്ചു. ഞാൻ വണ്ടിയിൽ നിന്നിറങ്ങി. 2 അടി വെച്ചില്ല, ഒന്ന് വീണുപോയി. എൻ്റെ ബിഗ് ഷോപ്പർ ബാഗും മൊബൈലും പേഴ്സുമെല്ലാം നഷ്ടം വന്നിരിക്കുന്നു. ഇനി എന്തു ചെയ്യണമെന്ന് വിചാരിച്ചു നിന്നുപോയി. ഞാനവിടെ നിന്ന് നടന്ന് വാച്ചിൽ സമയമൊന്ന് നോക്കി. സമയം 11:30 കഴിഞ്ഞിരിക്കുന്നു. അവിടെ നിന്ന് നാട്ടിലേക്ക് പോകുന്ന റോഡിൻ്റെ സൈഡിൽ നിന്നു കുറേ വണ്ടികൾ പോകുന്നു. എല്ലാ വണ്ടിക്കും ഞാൻ കൈകാട്ടി. ഒരു പരിചയക്കാരനെയും കണ്ടതില്ല.
ചിലർ ബൈക്കൊന്നു പതുക്കെയാക്കി ആരാണെന്ന് നോക്കി ഒരു പോക്കങ്ങ് പോകും. ചിലർക്ക് വണ്ടിയിൽ കയറ്റണമെന്നുണ്ട്, വല്ല കള്ളന്മാരോ ആണെങ്കിലോ എന്ന് വിചാരിച്ച് ഭയന്ന് വണ്ടി സ്പീഡിലങ്ങ് വിടും. ഇതിനു മുൻപ് ഇങ്ങനെ പെട്ടുകിടക്കുമ്പോൾ ദൈവസഹായം പോലെ ചില ആളുകൾ വണ്ടിയിൽ കയറ്റി നാട്ടിലിറക്കാറുണ്ട്. വല്ല ഓട്ടോറിക്ഷയെങ്കിലും ഒന്ന് വന്നെങ്കിലെന്ന് വിചാരിച്ചു പൈസ നാട്ടിലോ വീട്ടിലോ ചെന്ന് വാങ്ങിക്കൊടുക്കാമെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കവേ ഒരു കാർ പോയി. ആ കാറിന് ഞാൻ കൈകാട്ടിയതുമില്ല. കുറച്ചു ദൂരം പോയ കാർ ബാക്കടിച്ച് തിരിച്ചു വരുന്നു. അതിൻ്റെ ഗ്ലാസ് താഴ്ത്തി ഒരു സ്ത്രീ ചോദിച്ചു, എന്താ ഇവിടെ നിൽക്കുന്നത്, നാട്ടിലേക്ക് പോരുന്നോ എന്ന്. ആ സ്ത്രീയെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് എൻ്റെ ക്ലാസ്മേറ്റായ നീലിമയാണതെന്ന്. ഞാൻ ഒറ്റച്ചാട്ടത്തിന് കാറിൽ കയറി കുശലാന്വേഷണം അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തി. ഭർത്താവാണ് വണ്ടി ഓടിച്ചിരുന്നത്. അദ്ദേഹത്തെ അവൾ പരിചയപ്പെടുത്തി തന്നു. അങ്ങനെ പല തമാശകളും പറഞ്ഞങ്ങനെ ഇരുന്നു. പക്ഷേ ഒരു കാര്യം പറയാതിരിക്കുവാൻ വയ്യ. ഈ കാറിൽ കയറിയപ്പോൾ ആകെ ബിരിയാണിയുടെ മണം, മനം മടിപ്പിക്കുന്ന ഗന്ധം. എന്തു ചെയ്യാനാ ദിവസഫലം. അങ്ങനെ കാറോടിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ വീടിൻ്റെ ഗേറ്റിന് മുന്നിൽ വണ്ടി നിർത്തിച്ചു. ഞാൻ നന്ദി പറഞ്ഞു. ഈ വഴി പോകുമ്പോൾ എപ്പോഴെങ്കിലും ഇവിടെ കയറണം എന്ന് പറയുവാൻ മറന്നില്ല. അവർ അവരുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ഓക്കെ എന്ന് ഞാനും പറഞ്ഞു. ടാറ്റ എന്ന് പറഞ്ഞവരെ യാത്രയാക്കി. ഗേറ്റിനുള്ളിലേക്ക് കടന്നതും ഒരു ചീഞ്ഞ നാറ്റം. കോഴിയുടെ വേസ്റ്റോ എന്തോ തെണ്ടിപ്പെട്ടികൾ കടിച്ചു വലിച്ചു കൊണ്ടിരിക്കുന്നു. ഞാനൊരു കല്ലെടുത്തു അതിനു നേർക്കെറിഞ്ഞു. അതിലൊരു നായ എൻ്റെ നേർക്ക് പാഞ്ഞെടുക്കുന്നു. ഞാൻ എൻ്റെ ജീവനും കൊണ്ട് വീട്ടിനുള്ളിലെ തിണ്ണയോടുകൂടിയ ഉമ്മറത്തേക്ക് കയറി. അപ്പോൾ ഒരു പൂച്ച എലിയെ ഓടിച്ചു കൊണ്ടുവരുന്നു. അതങ്ങനെ പുറത്തേക്ക് പോയി. ഇടിവെട്ടേറ്റവനെ പാമ്പ് കടിച്ച പോലെ. നടന്നു നീങ്ങിയവൻ്റെ തലയിൽ തേങ്ങ വീണ പോലെ ഞാൻ അന്തിച്ചു ഇരുന്നുപോയി. എങ്ങനെയുണ്ട് ഈ ദിവസം? അങ്ങനെ ഞാൻ വീട്ടുകാരെ ഉണർത്താതെ തിണ്ണയുടെ അടിയിൽ ഒരു മൂലയിൽ ചുരുണ്ടുകൂടി കിടന്നു. നേരം പുലർന്നു. അമ്പലത്തിൽ പാട്ടുവച്ചിരിക്കുന്നു. ബാങ്ക് വിളി കേൾക്കുന്നു. ഞാൻ തിണ്ണയിലെ തൂണിൽ ചാരിയിരുന്നു കൊണ്ട് കഴിഞ്ഞതെല്ലാം ഒരു സ്വപ്നമായി കരുതിക്കൊണ്ട് ഇരുന്നു പോയി. ഇനി ജോലിയില്ല, ജോലിക്ക് പോകുവാൻ വയ്യ. ശരി. കിഴക്ക് വെള്ള കയറിക്കഴിഞ്ഞു. കിഴക്കുണരും പക്ഷി ചിലച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം പോലെയുള്ള ദിവസങ്ങൾ ഇനി ജീവിതത്തിൽ ഉണ്ടാവരുതേ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ തിണ്ണയിലെ തൂണിൽ ചാരി അങ്ങനെ ഇരുന്നു. അങ്ങനെ കഴിഞ്ഞ ദിവസത്തെ വിഷമങ്ങളെല്ലാം മറന്ന് സൂര്യൻ ഉദിച്ചു വരുന്നത് നോക്കി അങ്ങനെ ഞാൻ ഇരുന്നു. ശുഭം.